ഇങ്ങനെയാണ് ഒരു ലുക്ക്. നമുക്ക് ആദ്യം ഇതിൽ നമ്മളുടെ ബസറൊന്ന് ഉപയോഗിക്കാം. ഓക്കെ, ഇത് കണ്ട ഇവിടെ തന്നെ അവർ വെച്ചിട്ടുണ്ട് ആ പോയിന്റ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഫ്രീ പ്ലേ വെക്കണം, അല്ലെങ്കിൽ പിന്നെ അത് പ്രശ്നമാവും. ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ. ഗുഡ് മോർണിംഗ് ഗായ്സ്. എന്ത് പറയുന്നത്, എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കണം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ ഫുൾ ഫോമിലായിരുന്നു വ്ളോഗിങ്ങിൽ. എന്നുവെച്ചാൽ ഞാൻ ഡെയിലി ഇപ്പോൾ വ്ളോഗ് ഇടുന്നുണ്ട്. ബേസിക്കലി ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ട്യൂഷനൊന്നും അധികം വർക്കാവണില്ല. എന്ന് വെച്ചാൽ സ്റ്റുഡൻസ് ഉണ്ട് ഇല്ല, അങ്ങനെ ആയിട്ട് ഒന്ന് രണ്ട് സ്റ്റുഡൻസ് അങ്ങനെയൊക്കെ വരണുള്ളൂ. അപ്പോൾ നമ്മുടെ ഇൻകം എന്ന് പറഞ്ഞാൽ അധികം വരണില്ല അതിൽ. അപ്പോൾ ബേസിക്കലി നമ്മളുടെ ഇപ്പോൾ സ്ട്രഗിൾസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പുറം രാജ്യത്ത് നിന്ന് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ കുറച്ച് നമുക്ക് സമയമെടുക്കും ഇതൊക്കെ ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട്. ബട്ട് യെസ്, ഇറ്റ്സ് എ ചാലഞ്ച്, ദാറ്റ് യു ടേക്ക് ഇറ്റ് ആക്ച്വലി, ആൻഡ് യു ഹാവ് ടു സീ വാട്ട് യു ക്യാൻ ഡു അലോങ് വിത്ത് ദാറ്റ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രബിൾസം ജേർണി ആകുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കരുത്. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൂടുതൽ ജോലി ചെയ്തുകൊണ്ടിരിക്കണം. എന്തെങ്കിലും ഓൺലൈനോ ഇതോ എന്തെങ്കിലും എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. വി ഹാവ് ടു കീപ് അവർ സെൽഫ്സ് ബിസി. ഞാൻ ഇന്നലെ ആക്ച്വലി കഴിഞ്ഞ ഒന്നരാഴ്ച മുമ്പ് നമ്മുടെ TVS, ഇപ്പോൾ നിങ്ങൾക്കറിയാലോ എൻ്റെ TVS ബൈക്ക് ഉണ്ട്. ബൈക്ക് വന്ന് പിന്നെ വളരെ ഈസി ആയിട്ടുണ്ട് പല കാര്യങ്ങളും. എന്ന് വെച്ചാൽ ട്രാവലിങ്ങും ഇതൊക്കെ. പിന്നെ നമ്മൾ കുറേ സ്ഥലത്തൊക്കെ പോയി തുടങ്ങിയല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ട്. പല കാര്യങ്ങളും നമ്മുടെ കമ്മ്യൂട്ടിങ് ഭയങ്കരമായിട്ട് ഈസിയായി. അപ്പോൾ ഞാനൊരു കാര്യം, ഞാൻ ഏറ്റവും ബേസ് മോഡലാണ് ആ വണ്ടി മേടിച്ചത്. ഏറ്റവും ബേസ് മോഡൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചീപ്പസ്റ്റ്. അപ്പോൾ അതിൽ ഉണ്ടായിരുന്ന എക്യുപ്മെൻറ്റ്സോ അതൊന്നും പലതും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ രണ്ട് സാധനങ്ങൾ എനിക്ക് വളരെയധികം എന്ന് വെച്ചാൽ കുറവായിട്ട് തോന്നി. അപ്പോൾ അതിൻ്റെ ആ സ്പെയർ പാർട്ട് ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ഒന്നരാഴ്ച മുമ്പ് ഞാൻ ബേസിക്കലി ഒന്നരാഴ്ച മുമ്പ് ഞാൻ ഓർഡർ ചെയ്തതാണിത്. ഇത് രണ്ടെണ്ണം. അപ്പോൾ ബേസിക്കലി ഞാൻ മേടിച്ചെന്ന് പറഞ്ഞാൽ ഒന്നാമത് നമ്മുടെ ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ടീ 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 എന്ന് വെച്ച വരില്ലേ. അപ്പം ഞാൻ ഈ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാൻ അങ്ങോട്ട് മറന്നു പോകുന്നു. ഞാൻ പലപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുണ്ട് ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത്. അപ്പോൾ അത് ആക്ച്വലി നമ്മൾ മറന്നുപോയി കഴിഞ്ഞാൽ പിന്നിലുള്ള ആളോ അല്ലെങ്കിൽ മുമ്പിലുള്ള ആൾക്ക് നമ്മൾക്ക് ആ ഇൻഡിക്കേറ്റർ കാണുമ്പോൾ അത് റോങ് ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, ബീപ്പർ കിറ്റ് എന്നാണ് തന്നെ പറയുന്നത്. അപ്പോൾ ഈ ബീപ്പർ കിറ്റ് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യുമ്പോൾ ടീ ടു എന്ന് പറഞ്ഞാൽ ഒച്ച വരും. അപ്പോൾ അത് ഓഫ് ചെയ്യാനുള്ള ഒരു റിമൈൻഡറും കൂടി ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഒച്ച ഉള്ളതുകൊണ്ട് നമുക്കത് ഓഫ് ചെയ്യണമെന്ന്. അപ്പോൾ ഓഫ് ചെയ്യുമ്പോൾ ആ ഒച്ച പോവും. അപ്പോൾ അത് ഒരെണ്ണം ഞാൻ മേടിച്ചു. അധികം വില ഒന്നുമില്ല ഇതിന്. ഇത് എത്ര 108 റുപ്യ എങ്ങാണ്ടുള്ളൂ അതിന്. പക്ഷേ ഈ സംഭവം ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 2-3 പ്രാവശ്യം വ്ളോഗിങ്ങിന് പോയപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ആ ലോധി ഫോർട്ടിൻ്റെ അവിടെ പോയപ്പോൾ നമ്മൾ കുറേ ക്ലിപ്സ് എടുത്തിരുന്നു. എൻ്റെ ബാറ്ററി എന്ന് വെച്ചാൽ അന്ന് ഞാൻ ഓൾമോസ്റ്റ് 120-125 വീഡിയോൻ്റെ ക്ലിപ്സ് എടുത്തു. എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് നമ്മൾ ബി-റോളും അങ്ങനെ പല ക്ലിപ്സൊക്കെ എടുക്കില്ലേ. അപ്പോൾ കുറേ ഇഷ്ടംപോലെ വീഡിയോസ് ഞാൻ ഈ ഫോണിൽ കൂടെ എടുത്തു. താങ്ക്ഫുള്ളി ഇതിൽ മറ്റേ ഫോൺ ഉണ്ടായതുകൊണ്ട് സ്റ്റിൽ ഇറ്റ് ഹാഡ് ബാറ്ററി. പക്ഷെ എന്നാലും നമുക്ക് ഈ ചാർജർ കിറ്റ്, കാരണം ഈ വണ്ടിയിൽ ചാർജറിൻ്റെ ഒരു ഓപ്ഷൻ ഇല്ല. എന്നുവെച്ചാൽ ഓപ്ഷൻ അവിടെ ഉണ്ട്, പക്ഷേ ചാർജർ ഇല്ല. അപ്പോൾ ഇതും കൂടിയും ഞാൻ ഒരെണ്ണം മേടിച്ചു. ഇത് കുറച്ചൊന്ന് എക്സ്പെൻസീവ് ആണ്. ഇത് 443 റുപ്പീസ് അങ്ങാണ്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഇത് രണ്ടെണ്ണം ആവശ്യമുണ്ടായിരുന്നു. ഒന്ന് നമ്മൾ മൊബൈലിൽ ചാർജ് ചെയ്യാനും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ, പ്ലസ് രണ്ടാമത്തത് ആ ബീപ്പർ കിട്ടും. അപ്പോൾ ആരെങ്കിലും TVS റേഡിയോയുടെ ഉള്ളവരുണ്ടെന്ന് വെച്ചാൽ ഈ രണ്ട് സാധനങ്ങൾ നിങ്ങളുടെ ബേസ് മോഡലിൽ വെച്ചാൽ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിൽ സ്വന്തം ഫിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊന്നൊന്ന് ഫിറ്റ് ചെയ്തിട്ട് നോക്കാം ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഒന്ന്. ഓക്കെ, സോ ലെറ്റ്സ് ഡു ഇറ്റ് ഗൈസ്. ഇതാണ് നമ്മളുടെ വണ്ടി. ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഫ്രെയിമൊന്ന് തുറക്കണം. ഞാൻ ഈ ഫ്രെയിമൊന്ന് തുറന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഫ്രെയിം തുറന്നു നമ്മൾ ആദ്യം ഈ ഹെഡ്ലൈറ്റ് ഒന്ന് എടുത്ത് മാറ്റണം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, ഇത് ഓൾറെഡി ഫിറ്റ് ആയില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ വെക്കുന്നത്, വീഴുന്ന ചാൻസ് ഒന്നുമില്ല. ഇങ്ങനെയാണ് ഒരു ലുക്ക്. നമുക്ക് ആദ്യം ഇതിൽ നമ്മളുടെ ബസറൊന്ന് ഉപയോഗിക്കാം. ഓക്കെ, ഇതാണ് ബീപ്പർ കിറ്റ്. നിങ്ങൾക്ക് അതിൻ്റെ പാർട്ട് നമ്പർ ഉണ്ട് വെച്ചാൽ ഇത് മുകളിൽ പാർട്ട് നമ്പർ ഉണ്ട്, ND320310. അപ്പോൾ ഇത് നമുക്കൊന്ന്
പിടിപ്പിക്കാം. ഇതാണ് സംഭവം നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ബീപ്പർ കിട്ടും, പിന്നെ ഈ 2 സ്ക്രൂവും കിട്ടും. നമുക്ക് ഇതെവിടെ ഫിറ്റ് ചെയ്യുന്നതെന്ന് ആദ്യം ഒന്ന് ശരിക്കും അന്വേഷിക്കാം. ഓക്കെ, പക്ഷെ ആദ്യം നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സംഭവം എവിടെയാണ് പോകാമെന്ന്. ഇതിൻ്റെ പോയിൻ്റ് 3 പോയിൻ്റുള്ള പച്ച ബട്ടണാണ്. ആ പച്ച ബട്ടണുള്ള സംഭവം എവിടെയെന്ന് നോക്കണം. സംഭവം ഇവിടെ ഒരെണ്ണം തോൽപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇവർ. ലെറ്റ്സ് ഓപ്പൺ ദിസ് ആൻഡ് സീ. അതെ, ഇതാണ് ഒന്ന്. ഇത് കണ്ട, ഇവിടെ തന്നെ അവർ വെച്ചിട്ടുണ്ട് ആ പോയിൻ്റ്. അപ്പോൾ ബേസിക്കലി ഹയർ മോഡലിൽ ഇത് കിട്ടും. അപ്പോൾ ഇതാണ് സംഭവം. കണ്ടിട്ട് അതിനെ തോന്നുന്നു, കാരണം പച്ചയാണല്ലോ. അപ്പം അവരെ കളർ കോഡ് ചെയ്തിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഫിറ്റുമായി. ഇത് കണ്ട, ഇത് ഫിറ്റായി. ഇനി ഇതിനെ നമ്മൾ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നതാണ് നോക്കേണ്ടത്, ഏത് ഭാഗത്തായിട്ട് ഫിറ്റ് ചെയ്യുന്നത് നോക്കേണ്ടത്. അതിൻ്റെ പോയിൻ്റ് ഉണ്ടാവും. അപ്പോൾ ബേസിക്കലി ടി വി എസ് റേഡിയോൻ്റെത് ഇത് ബീപ്പർ ഫിറ്റ് ചെയ്യണത് ഇവിടെയാണ്. ഇതിൽ അതിൻ്റെ ലാച്ച് അത് വിളിക്കുക, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ സ്ക്രൂ ഇവിടെ ഫിറ്റ് ചെയ്യുക. പക്ഷേ പലരും യൂട്യൂബിൽ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരത് അവിടെ വെറുതെ അങ്ങോട്ട് ലീവ് ചെയ്തിട്ട് പോകും. അപ്പോൾ അതിങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കും, മനസ്സിലായില്ലേ? പക്ഷെ നമുക്ക് ശരിക്കും പറ്റുക ടൈറ്റായിട്ടൊന്ന് സ്ക്രൂ അടിച്ചാൽ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കയറാനോ ബുദ്ധിമുട്ട് വരട്ടെ. ഓക്കെ, പണിയെന്ന് വരണം. അല്ല, സംഭവം ഇപ്പം നല്ലോണം ഫിറ്റായി. ഇനി നമുക്ക് ഈ വയറ് അങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇത് പിന്നെയും തിരിച്ച് തുറക്കേണ്ടി വരും. നമുക്ക് വയർ ഇഷ്ടം പോലെ അവർ കൊടുത്തിട്ടുണ്ട്. അവർ തുറക്കണം. പക്ഷേ ഓക്കെ, ഇത് ഫിറ്റായി. അപ്പോൾ നമ്മളുടെ എല്ലാതും ഇപ്പോൾ ഫിറ്റിങ് ശരിയായി. ഇനി സെക്കൻഡ് പാർട്ട് നമുക്ക് ഇതാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ഇതാണ് മൊബൈൽ ചാർജർ USB. ഇതിൻ്റെ പാർട്ട് നമ്പർ ND160350. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ഇത് മേടിക്കാൻ കട ഇതുമാതിരിയാണ് ഇത്. അപ്പോൾ ഇതാണ് സംഭവം. ഇതിൻ്റെ ഇനി പോയിൻ്റ് നോക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ആദ്യം എടുത്ത് കളയണം. നമുക്ക് കളയണമല്ല, ഇതെടുത്ത് ആക്കണം. ഓക്കെ, ഇത് കയ്യിൽ വയ്ക്കാം. എനിക്കൊന്ന് ഇതിൻ്റെ പോയിൻ്റ് വൈറ്റ് ആയിട്ടാണ് കാണുന്നത്. കാരണം അതിൻ്റെ പോയിൻ്റ് അനുസരിച്ചിട്ട് അങ്ങനെയാണ് കാണുന്നത്. ഇത് ഇതിൽ പോകും. ലുക്സ് ലൈക്ക് ദാറ്റ്. ഇതുകൊണ്ടാ ഈ വൈറ്റിൽ നല്ലോണം ഫിറ്റായി അത്. പക്ഷേ ഇത് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഒരു പോയിൻ്റ് കണ്ടിട്ടുണ്ട്. ഇവിടെ ഇതൊന്ന് പുഷ് ചെയ്തിട്ട് തുറക്കണം. എന്നിട്ട് ഇത് ഇവിടുന്ന് ഇടാം. എന്നിട്ട് അതിൻ്റെ ഗ്രൂവ് ഉണ്ട്, അതിൻ്റെ ഗ്രൂവിൽ അത് ഫിറ്റ് ആവണം. പിന്നെ ഈ റബ്ബർ ഇടാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റബ്ബർ എന്ന് പറഞ്ഞാൽ വാഷറാണത്. പിന്നെ അതിൻ്റെ പോയിൻ്റ് ഇത് സ്ക്രൂ. ടൈറ്റാക്കുക. അപ്പോൾ ഈ സംഭവം വാട്ടർ പ്രൂഫും കൂടിയാണ്. സോ ലെറ്റ്സ് ടെസ്റ്റ് ദ ഇൻഡിക്കേറ്റർ നൗ. അപ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ ഒച്ച കേട്ടില്ലേ? അപ്പോൾ അത് സക്സസ്സാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ചാർജർ ചാർജ് ആവുന്നുണ്ടോന്നാണ്. അത് ഞാൻ കേബിൾ കൊണ്ടുവന്നില്ല.
അപ്പോൾ ഗൈസ് നമ്മളുടെ സംഭവം ഫിറ്റ് ചെയ്തു. ചെക്ക് ചെയ്യാം. ഇൻഡിക്കേറ്റർ ശരിയല്ലേ? ഇനി നമ്മളുടെ മൊബൈൽ ചാർജറിൻ്റെ പോയിൻ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ മൊബൈൽ ചാർജർ നമ്മൾ ആ സംഭവം എടുത്തില്ല, ദേ ഈ സംഭവം ഇത് കളയരുത്. ബേസിക്കലി ഇത് വെച്ചോ, ഫ്യൂച്ചറിലെങ്ങാനും നമ്മൾ വണ്ടി വിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ചാർജർ വേണ്ടെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ വെള്ളം കയറും. പിന്നെ ഒരു സ്ക്രൂ നമ്മുടെ എക്സ്ട്രാ ഉണ്ട്. ആ ചാർജർ ഒന്ന് ചെക്ക് ചെയ്യാം നമുക്കിനി. അതിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്നിട്ട് എനിക്ക് അതിൻ്റെ ഒരു പ്ലഗ് കൊണ്ടുവരേണ്ടി വരും, അല്ല വയറ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ക്ലച്ച് ഉണ്ടല്ലോ, ഇതിൻ്റെ ഫ്രീ പ്ലേ ഭയങ്കര ഉണ്ട്. അപ്പോൾ ക്ലച്ച് ഇടാൻ ഗിയർ ചേഞ്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഫ്രീ പ്ലേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, അതും കൂടി ഒന്ന് ചെയ്യാം. നമുക്കിനി ക്ലച്ചിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. പക്ഷേ അതിന് വേണ്ടിയിട്ട് സ്പാൻഡർ എടുക്കണം. സ്പാൻഡർ ഇത് ഇവിടെയാണുള്ളത്, ഇവിടെയാണ് ടൂൾ ബോക്സ് ഉള്ളത്. ഇതല്ല, ഇവിടെ നിന്ന് ആകനൂർ തരുന്ന ടൂൾ ബോക്സിൽ ഇതും പിന്നെ സ്ക്രൂ ഡ്രൈവർ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് മതി ബേസിക്കലി. അപ്പോൾ ഈ സ്പാൻഡർ വർക്ക് ചെയ്യണം. 12 നമ്പർ സ്പാൻഡറാണ് ഇത് വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നു അതിൻ്റെ ഒപ്പം. അപ്പോൾ നമുക്കിനി ക്ലച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കുറച്ച്. അപ്പോൾ ഇതാണ് ക്ലച്ചിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇവിടെ ഇത് 12 നമ്പർ അവിടെ അതനുസരിച്ചിട്ടാണ് തന്നിരിക്കുന്നത്. ഒന്ന് കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് ഇവിടുന്ന് ലൂസാക്കാം. ഇതനുസരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഫ്രീ പ്ലേ വെക്കണം, അല്ലെങ്കിൽ പിന്നെ അത് പ്രശ്നമാവും. ഇത്രയും മതിയെന്ന് തോന്നുന്നു. ഇത് ടൈറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഗിയർ ടെസ്റ്റ് ചെയ്യാം. ക്ലച്ച് അമർത്തിയിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട് നോക്കാം നമുക്ക്. അപ്പോൾ വണ്ടി ആക്ച്വലി വീല് മുകളിലായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ അത് പ്രശ്നമാവും. ചാവി അവിടെ പോയി. ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ, തേർഡ് ഗിയർ, സെക്കൻഡ് ഗിയർ, ഫസ്റ്റ് ഗിയർ, ന്യൂട്രൽ. അന്ന് ഞാൻ ടി വി എസിൽ ഡീലറിൻ്റെ അടുത്തുകൊണ്ട് ഇപ്പോൾ അവിടെ അയാൾ എന്തൊക്കെ ചെയ്തു. പക്ഷേ അല്ല ഇപ്പം ഇതിൻ്റെ ഫ്രീ പ്ലേ കുറച്ച് നമുക്ക് ഫ്രീ പ്ലേ ഉണ്ട്. ഇത്രയും ഫ്രീ പ്ലേ വേണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗിയർ ഇടാൻ ഒരു ബുദ്ധിമുട്ടില്ല, ഒരു ടക്ക് ടക്ക് എന്നുള്ള ഒച്ചയും വരുന്നില്ല. നിങ്ങളിപ്പോൾ കണ്ടു. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നുള്ളൂ, പക്ഷേ പഠിക്കാനുള്ള ആഗ്രഹം വേണം. അത്രേ ഉള്ളൂ. വി ലേൺ ഫ്രം അവർ മിസ്റ്റേക്സ്. കണ്ട, ഇത്രയേ ഉള്ളൂ. ബേസിക്കലി നമുക്ക് ശരിയാക്കുക എന്നുള്ളൊരു കാര്യമുള്ളൂ. ഇത് പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ 250-500 ഉറുപ്പിയെങ്കിലും ആൾക്കാർ മേടിക്കും നമ്മളെ സെറ്റിങ്ങും മറ്റേനും മറിച്ചൊക്കെ. ഇതൊക്കെ ഫിറ്റ് ചെയ്യണതിനും എല്ലാത്തിനും കൂടി മനസ്സിലായില്ലേ. അറ്റ്ലീസ്റ്റ് ഒരു 250 മിനിമം, അല്ലെങ്കിൽ മാക്സിമം 500 വരെ. പക്ഷെ പഠിക്കാനുള്ള ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വന്തം പല കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ നമ്മൾ തന്നെ ഉണ്ടാക്കണം. വേറെ ആരും പറഞ്ഞിട്ടുണ്ടാക്കേണ്ട ആവശ്യമില്ല. ബേസിക്കലി നമ്മൾ സ്വന്തം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാം. അതിപ്പോൾ ആണായാലും ശരി പെണ്ണായാലും ശരി. ഇപ്പോൾ എത്ര പെണ്ണുങ്ങളും നമ്മളെ സ്ത്രീകൾ ഇപ്പോൾ മോട്ടോ വ്ളോഗിൽ തന്നെ വന്നിട്ടുണ്ട്. അവർ തന്നെ വണ്ടികൾ ഓടിക്കുന്നുണ്ട്, സ്കൂട്ടർ ഓടിക്കുന്നുണ്ട്, ബസ് ഓടിക്കുന്നുണ്ട്, പിന്നെ ട്രക്ക് ഓടിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാം. ചെറുതല്ല വലുതും. അത് നമ്മൾക്ക് ആ ഒരു ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ നമ്മൾ തന്നെ സ്വന്തം കൊണ്ടുവരണം. ഓക്കെ, നമുക്കിന്ന് കഴിഞ്ഞാൽ ചാർജറിൻ്റെ കേബിൾ ഒന്ന് കൊണ്ടുവന്നിട്ട് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം ഫൈനൽ. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾക്ക് ചാർജിങ് പോർട്ട് ചെക്ക് ചെയ്യാം. ഞാൻ ചാർജറിൻ്റെ കേബിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ബേസിക്കലി അതിൻ്റെ പോയിൻ്റ്. ഇത് കണ്ട,
ഇത് ഇങ്ങനെയാണ് തുറക്കണം. ഇവിടെ ഇട്ട് നോക്കാം. ഇത് കണ്ടില്ലേ, ഇവിടെയാണ് പോയിന്റ്. ഓക്കെ, പോയിന്റ് ഇവിടെയായി. ഇനി ഞാൻ വേറെ മൊബൈൽ കൊണ്ടുവന്നു, ഈ കാരണം ഇതിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇട്ട് നോക്കാം. അപ്പോൾ എൻ്റെ ഓൾറെഡി 100% ചാർജ് ആകും, പക്ഷേ നിങ്ങൾക്ക് കാണാം, അത് കണ്ട ചാർജ് ആവുന്ന കാണാം. ദിസ് ഈസ് വർക്കിംഗ്. ഇനി എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണം, ഇതിൻ്റെ ക്ലച്ച് എങ്ങനെയുണ്ടെന്ന്. ഗായ്സ്, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. നമ്മളുടെ പരിപാടിയിൽ നിന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഫ്രീ ആണ്. അല്ലെങ്കിൽ ഞാൻ ഫ്രീ തന്നെയാണ്, എന്നാലും അപ്പോൾ കുറച്ചൊന്നും ഇതൊക്കെ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ വണ്ടി പുറത്ത് പോയി ചെന്ന് ഓടിച്ചു. ഞാനിപ്പോൾ മൊബൈലൊന്നും വെച്ചില്ല വണ്ടി ഓടിക്കണത്. പക്ഷേ ക്ലച്ച് ഇപ്പോൾ നല്ല കുഴപ്പമില്ല, നല്ല ചെറുതായിട്ടൊരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ക്ലച്ച് നല്ലോണം നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഇതെനിക്ക് കമ്പനിയിൽ നിന്ന് കിട്ടിയപ്പോൾ അവർ അഡ്ജസ്റ്റ് ഒന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എന്നിട്ട് അവരുടെ ഇവിടെ ഷോറൂമിൽ പോയിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മെയിൻ ഒരാൾ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റൊക്കെ ചെയ്ത് തന്നു. പക്ഷേ സ്റ്റിൽ ഇറ്റ് വാസ് ലൈക്ക് സെയിം. ഈവൻ ഹി വാസ് ടെലിംഗ് മീ ആൾ വിചാരിച്ച് ഞാൻ ആദ്യമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. मैं डाल रहा हूँ तो हो रहा है, पता नहीं है आपको क्या फील हो रहा है. അപ്പോൾ ഈ അവർ കെയർ ചെയ്യില്ല. ബേസിക്കലി ഇറ്റ്സ് ഓൾ അപ്പ് ടു അസ്. കാരണം ഇപ്പോൾ ഞാനത് കൂടുതൽ ഓടിച്ചിരുന്നു വെച്ചാൽ ക്ലച്ച് നമ്മൾ ഭയങ്കരമായിട്ട് അടിക്കുമ്പോൾ അതിൻ്റെ ബേസിക്കലി ടീത്ത് കട്ടായി പോകും. അപ്പോൾ ദാറ്റ്സ് നോട്ട് ഗുഡ്. സോ എനിവേസ് ഐ അഡ്ജസ്റ്റഡ് ഇറ്റ് താങ്ക്ഫുള്ളി. ഇപ്പോൾ നല്ല സ്മൂത്താണ്, അപ്പോൾ അത് പ്രശ്നമില്ല. അപ്പോൾ ബേസിക്കലി വണ്ടിയുടെ മെയിൻ്റനൻസും ഇതൊക്കെ വരുമ്പോൾ നമ്മളുടെ തന്നെ സ്വന്തം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് തന്നെ ചെയ്യണമെന്നുള്ളൂ. അത് നമ്മൾ അത്രയും എത്ര നന്നായിട്ട് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണോ അത്രയും കൂടുതലേ വണ്ടി ഉള്ളൂ. അതിപ്പോൾ ഏത് വണ്ടിയായാലും ശരി, ഏറ്റവും ചീപ്പസ്റ്റ് മോഡലായാലും ശരി, ഏറ്റവും ഹെവിയസ്റ്റ് മോഡലായാലും ശരി, അല്ലെങ്കിൽ എക്സ്പെൻസീവ് മോഡലായാലും ശരി, പല കാര്യങ്ങളും നമ്മൾ സ്വന്തം ചെയ്യണതാണ് എപ്പോഴും നല്ലത്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, ഇറ്റ് ഗീവ്സ് അസ് ദി സാറ്റിസ്ഫാക്ഷൻ ഓൾസോ ദാറ്റ് വി ഹാവ് ഡൺ ഇറ്റ് പ്രോപ്പർലി. നമുക്ക് പിന്നെ ആരെയും ബ്ലെയിം ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരിത് ചെയ്തില്ല, അവരത് ചെയ്തില്ല, അവർ വണ്ടി ചീത്തയാക്കി, അങ്ങനെ പലതും. അപ്പോൾ ബേസിക്കലി ഇഫ് യു ഡു തിങ്സ് യുവർ സെൽഫ്, നമ്മൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ഫീലിംഗ് കിട്ടും. ഇറ്റ്സ് വെരി സാറ്റിസ്ഫാക്ടറി വെൻ യു ഡു തിങ്സ് ആൻഡ് വി ഗെറ്റ് ആസ് പെർ അവർ ലൈക്സ്. ശരിയാണ്, ചിലപ്പോൾ കാര്യങ്ങൾ കയ്യിൽ നിന്ന് കടന്നു പോകാം, ചിലപ്പോൾ തെറ്റ് പറ്റും. പക്ഷേ തെറ്റ് പറ്റാണ്ട് നമ്മൾക്കൊന്നും പഠിക്കാനും പറ്റില്ല. സോ യു ഷുഡ് നെവർ ബി സ്കെയർഡ് വൈൽ ഓപ്പറേറ്റിംഗ് തിങ്സ് ഓർ വൈൽ റിപ്പയറിംഗ് തിങ്സ്. യു ഷുഡ് ഓൾവേസ് കീപ് ട്രൈയിങ് ഇറ്റ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയും യൂട്യൂബും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പലതും പഠിച്ചിട്ട് നമുക്ക് സ്വന്തം ചെയ്യാവുന്നുള്ളൂ. സോ ഗൈസ്, ഇന്നത്തേക്ക് ഇത്രയും മാത്രം. ഹോപ്പ്ഫുള്ളി യു ലൈക്ക് ദിസ് വ്ളോഗ്. ഇഫ് യു ലൈക്ഡ് ഇറ്റ്, ഇഫ് യു തിങ്ക് ദിസ് വ്ളോഗ് വാസ് ഇൻഫോർമേഷണൽ, നമ്മൾക്കൊരു ചെറിയ സൂപ്പർ താങ്ക്സ് തരേണ്ട വെച്ചാൽ തരാം. ആൻഡ് പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്, ലൈക്കിംഗ് and commenting also. Thank you so much. See you tomorrow same time. കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ബൈ.